പരസ്യ പ്രചാരണത്തിന് ശേഷം പാലക്കാട് നിശബ്ദ പ്രചാരണത്തിന് വേദിയായിരിക്കുകയാണ്. നാളെ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. സരിനോ രാഹുലോ കൃഷ്ണകുമാറോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഒരു മാസത്തിന് മുകളിൽ പ്രചാരണം നടത്തിയതിൽ മുന്നിലാരാണെന്നാണ് അന്വേഷിക്കുന്നത് പാലക്കാട്ടെ ജനം. ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ട്വിസ്റ്റുകളുടെ കൂമ്പാരമായിരുന്നു. സരിൻ്റെ സ്ഥാനാർത്ഥിത്വം മുതൽ സന്ദീപിൻ്റെ കോൺഗ്രസ് പ്രവേശനം വരെ വിവാദങ്ങളും ആരോപണങ്ങളും നിറഞ്ഞു നിന്നിരുന്നു. നിശബ്ദ പ്രചാരണത്തിനായി ഇന്ന് രാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ സജീവമായി നേരിട്ട് ആളുകളിലേക്ക് എത്തി അവരെ ചേർത്ത് നിർത്തുകയും വോട്ടുകൾ ഉറപ്പിക്കുകയുമാണ് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ. പാലക്കാടൻ കാറ്റ് എങ്ങോട്ടാണ് വീശുക? നമ്മളോടൊപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസാണ്. വെൽക്കം സർ. വെൽക്കം വെരി മച്ച്. ശ്രീ മോഹൻ വർഗീസ്, നമുക്കറിയാവുന്നതുപോലെ പാലക്കാട് നിരവധി കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സരിൻ്റെ കൂറുമാറ്റം, അതുപോലെ തന്നെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിരുന്നു. എങ്ങനെ കാണുന്നു ഇനി നാളെ വോട്ട് ചെയ്യാൻ ജനങ്ങൾ ബൂത്തിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു പ്രതികരണം, ആർക്ക് മുൻതൂക്കം ലഭിക്കുമെന്നാണ് ഇത്രയും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്? ഏതാണ്ട് പാലക്കാട് ദീർഘമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന മണ്ഡലമാണ്. 30 ദിവസത്തിലധികം 36 ദിവസത്തോളം നീണ്ട പ്രചരണം. ഓരോ ദിവസവും ട്വിസ്റ്റും ടേണും എല്ലാം തന്നെയായിരുന്നു. ഒരു ദിവസം പോലും വിവാദങ്ങൾ ഒഴിഞ്ഞു നിന്ന ഒരൊറ്റ ദിവസം പോലും പാലക്കാട് ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. ഇവിടെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി പതിവിന് വിപരീതമായി അടുത്ത കാലത്തൊക്കെ നടക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത ഉടനെ തന്നെ സ്ഥാനാർത്ഥിത്വവുമായിട്ട് രംഗത്തുണ്ട്. അതോടെ തന്നെ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടായി. പി സരിൻ പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തി ഇടതുപക്ഷത്തേക്ക് പോയി സ്ഥാനാർത്ഥിയായി മാറി. കോൺഗ്രസിനുള്ളിലെ കത്ത് വിവാദമുണ്ടായി. അതിനുശേഷം വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലം തന്നെ ഉണ്ടായി. അതിന് ഒളിഞ്ഞും തെളിഞ്ഞും ശ്രീ കെ മുരളീധരന്റെ ഒരു ചെറിയ പിണക്കം, EP ജയരാജന്റെ പുസ്തകം എന്ന് വേണ്ട, അതുപോലെ കൊടകരയിലെ കുഴൽപ്പണ ഇടപാട്, ഇതെല്ലാം കഴിഞ്ഞ കൊട്ടിക്കലാശത്തിന്റെ തൊട്ട് മുൻപ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് സന്ദീപ് വാര്യരുടെ പ്രവേശം, ഇതെല്ലാം തന്നെ ഓരോ ദിവസവും മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാവുന്ന, തെരഞ്ഞെടുപ്പിനെ ആഴത്തിൽ നോക്കിക്കാണുന്നവർക്ക് അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കാവുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ്. ഇവിടെ ഏറ്റവും അവസാനം വന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇപ്പോഴും അങ്ങനെയാണ്. ഒരു ത്രികോണ മത്സരത്തിൽ തുടങ്ങി അവസാന ലാപ്പ് വരുമ്പോൾ നേരിട്ടുള്ളൊരു മത്സരത്തിന്റെ ഫീലായി വരികയാണ്. ഇവിടെ രണ്ട് കക്ഷികൾ, UDF-ഉം LDF, രണ്ട് മുന്നണികൾ BJP വിരുദ്ധതയാണ് പൊതുവെ അവർ പറയുന്ന ഒരു മെയിൻ പ്ലാങ്ക് എന്ന് പറയുന്നത്. സ്വാഭാവികമായി BJP പരാജയപ്പെടുത്താൻ ഏത് കക്ഷിക്ക് വോട്ട് ചെയ്താൽ ആണ് നല്ലത് എന്ന ചിന്ത ഒരുപക്ഷെ പാലക്കാട്ടെ ഒരു സെക്യുലർ ഒരു സ്പേസിലുണ്ടാവും. ആ സ്പേസ് നോക്കിയുള്ള നീക്കത്തിൽ ഏറ്റവും അവസാനം വന്ന വിവാദം എന്ന് പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ഒരു പരിധിവരെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരസ്യ വിവാദമാണ്. പരസ്യം കൊടുക്കുന്നതിൽ 2 ദിനപത്രങ്ങളിൽ പരസ്യം കൊടുത്തത് വഴി ഇടതുപക്ഷം വെട്ടിലാകുന്ന ഒരു കാഴ്ചയാണ്. അംഗീകാരമില്ലാതെ തന്നെ, വേണ്ട മുൻകരുതലില്ലാതെ തന്നെ പി സരിനെ പ്രകീർത്തിക്കുന്ന രീതിയിലും, അതുപോലെ ശ്രീ സന്ദീപ് വാര്യരെ മുൻ പ്രസ്താവനകൾ എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി CPM ഇടപെട്ട് നൽകിയ പരസ്യം വൻ വിവാദമായി മാറുന്നതാണ് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായ ഇന്ന് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് യാതൊരു രീതിയിലും ട്വിസ്റ്റിനും ടേണിനും ഒന്നും കുറവില്ല. കൂടുതൽ പൊള്ളലേറ്റത് ഇടതുപക്ഷ മുന്നണിക്കാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയരാജന്റെ വിവാദം, അത് മാത്രമല്ല പെട്ടി വിവാദം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ട്രോളി നിറയെ പണവുമായി എത്തിയെന്നും ആ ട്രോളി കൈയോടെ പിടിക്കാനൊന്നും സാധിച്ചില്ല. അത് വെറുതെ ചുറ്റിപ്പോയത് കൊണ്ട് അവിടെയും പ്രതിരോധത്തിലാണ്. പിന്നെ പി സരിന്റെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെ ഏത് രീതിയിലാണ് ഉൾക്കൊള്ളുന്നത് എന്നൊരു സംശയമുണ്ട്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവസാന ഘട്ടത്തിൽ BJP വിരുദ്ധ വോട്ടുകൾ UDF-ലേക്ക് വലിയ തോതിൽ സ്വാംശീകരിക്കപ്പെട്ടാൽ തീർച്ചയായും അതിന്റെ അഡ്വാൻറ്റേജ് UDF സ്ഥാനാർത്ഥി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും. പക്ഷേ BJP-യെ ആ മണ്ഡലത്തിൽ എഴുതി തള്ളാനാവില്ല. പ്രത്യേകിച്ച് C കൃഷ്ണകുമാർ പൊതുവെ സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ്. ശ്രീ കൃഷ്ണകുമാറിന്റെ വൈഫിനെ കുറിച്ചും ഒക്കെ ചില ആക്ഷേപങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം പാർട്ടിക്കുള്ളിൽ, അവിടുത്തെ പാർട്ടിയുടെ രീതികൾ അങ്ങനെയാണ്. പാർട്ടിക്കുള്ളിൽ ഒരുപാട് പടലപിണക്കങ്ങൾ ഉണ്ടായിരുന്നു BJP-യിൽ. പക്ഷേ സന്ദീപ് വാര്യരുടെ പുറത്തു പോയത് ഉർവശി ശാപം ഉപകാരം എന്ന നിലയിൽ
ഒരുപക്ഷെ BJPയുടെ സംഘടനാ സംവിധാനം മറ്റ് വൈജാത്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ കൺസോളിഡേറ്റഡ് ആകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇത് മാത്രമല്ല, രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ പ്രവർത്തകർ വീട് വീടാന്തരം കയറി അവസാന നിമിഷം നടത്തുന്ന വലിയ തോതിലുള്ള പ്രചരണം, നിശബ്ദമായ സൈലന്റായ ഒരു പ്രചരണം, അത് വോട്ടായി മാറുകയാണെങ്കിൽ പരമാവധി BJP അനുകൂല വോട്ടുകൾ ശ്രീ കൃഷ്ണകുമാറിന് അനുകൂലമായി സമാഹരിച്ച് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സാധിക്കും. നോക്കൂ, കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി മത്സരിച്ചതൊരു സാധാരണ സ്ഥാനാർത്ഥിയല്ല, വിഖ്യാതനായ ഒരാളാണ്. അത് ഈ ശ്രീധരൻ, മെട്രോമാൻ ശ്രീധരൻ. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം വേറിട്ട് കാണും. അദ്ദേഹമാണ് ഒരു ജിങ്സ് പൊടിച്ചത്. 35% പോപ്പുലർ വോട്ടോടുകൂടി 50,000-ൽ പരം വോട്ടോടുകൂടി ചെറിയൊരു മാർജിനാണ് അദ്ദേഹം തോൽക്കുന്നത്. അദ്ദേഹം ഷാഫി പറമ്പിലിനോട് തോൽക്കുന്നത് 3856 വോട്ട് എന്ന ചെറിയ മാർജിനാണ്. തമ്മിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കേവലം 2.5% വോട്ട് മാത്രമാണ്. അത് ഒരു ബൂത്തിൽ 3-4 വോട്ട് അധികമായി കിട്ടിയാൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അത് മറികടക്കാനാവുമായിരുന്നതാണ്. പക്ഷേ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു വ്യക്തിപ്രഭാവം സി കൃഷ്ണകുമാർ പ്രാദേശിക സ്ഥാനാർത്ഥി തന്നെയാണ്. മുൻ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം ഫീൽഡ് ചെയ്ത ഈ ശ്രീധരന്റെ വ്യക്തിപ്രഭാവത്തിന് അടുത്തെങ്ങും നിൽക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഈ ശ്രീധരനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് BJP കഴിഞ്ഞ പ്രാവശ്യം അവതരിപ്പിച്ചത്. അതുകൊണ്ട് ആ ഒരു സംഗതി, ആ ഒരു സെറ്റിംഗ് ഇപ്പോൾ റെലവന്റ് അല്ല. പക്ഷേ കീൻ കോൺടെസ്റ്റ് അവസാന നിമിഷം ഞാൻ കാണുന്നത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ശ്രീ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയും തമ്മിലുള്ള അന്തിമ പോരാട്ടമാണ് ഞാൻ കാണുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി P. സരിൻ ഏറെ പിന്നോട്ട് പോകാനുള്ള കാഴ്ചയാണ് ഞാനിപ്പോൾ കാണുന്നത്. കാര്യം ചോദിക്കുന്നത്, നമുക്കറിയാം ഈ P. സരിന് ഒരു വോട്ട് ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ സന്ദീപ് വാര്യർക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അപ്പോൾ ഈ 2 വോട്ട് ബാങ്കും തുലനം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു സന്ദീപ് വാര്യർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ എങ്ങനെ തോന്നുന്നു, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാറ്റം, P. സരിൻ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഒരു മാറ്റം, അപ്പോൾ ഇത് ആർക്ക് ഗുണം ചെയ്യും എന്ന് വെച്ചാൽ BJPയുടെ കുറേ വോട്ട് കോൺഗ്രസിലേക്ക് മാറുന്നോ അതോ കോൺഗ്രസിന്റെ കുറേ വോട്ട് ഇടതുപക്ഷത്തിലേക്ക് മാറുന്നോ? ഏത് രീതിയിൽ ആ ഇക്വേഷൻ വർക്ക് ചെയ്യാനാണ് സാധ്യത? ഇത് 2 രീതിയിലും മുറിയാവുന്ന വാളാണ്, ഇരുതല വാളാണ് സരിനും സന്ദീപും. ഈ 2 പേരെ ഞാൻ ഒരേ നുഖത്തിൽ തന്നെ കെട്ടുകയാണ്. സരിൻ ഇന്നലെ വരെ സോഷ്യൽ മീഡിയയിൽ ഇടതുപക്ഷത്തിനെതിരെ തകർത്ത് വാരിയത് ഒന്നും തന്നെ ജനം മറന്നിട്ടില്ല. അതേപോലെ തന്നെ സന്ദീപ് വാര്യർ ഹിന്ദുത്വ ശക്തികൾക്ക് വേണ്ടി ആഞ്ഞു പ്രവർത്തിക്കുകയും മഹാത്മാഗാന്ധിയുടെ വധത്തെ പോലും ഒരു കേവലം വെടിയുണ്ടയേറ്റുള്ള മരണമാണ് എന്ന രീതിയിൽ തുച്ഛീകരിച്ച് കാണുകയും ചെയ്തപ്പോൾ, അത് മാത്രമല്ല ഗാന്ധി നെഹ്റു ഫാമിലിയുടെ അംഗങ്ങളെ തന്നെ പരസ്യമായി അധിക്ഷേപിക്കുന്ന രംഗത്തേക്ക് വരികയും ഇന്നലെ വരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല, ഇന്ന് മുതൽ ഞാനൊരു പുതിയ വ്യക്തിയാണ് എന്ന് സന്ദീപ് വാര്യർ പറഞ്ഞാലും P. സരിൻ പറഞ്ഞാലും ബുദ്ധിയുള്ള പാലക്കാട്ടെ ജനം അത് മനസ്സിലാക്കും. അതുകൊണ്ട് 2 തലയുള്ള വാളാണ്. എന്നാൽ P. സരിൻ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കൗതുകമുണ്ടാകും, സിവിൽ സർവീസിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരു കൗതുകം ഉണ്ടാകും. പക്ഷെ അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമല്ല, അദ്ദേഹം ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ 2021 മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പുതുമയുണ്ടെന്ന് പറയാനാവില്ല. കോൺഗ്രസ് അദ്ദേഹത്തിന് സരിൻ ടിക്കറ്റ് നൽകിയത് തന്നെയാണ് പരാജയപ്പെട്ടത്. സന്ദീപ് വാര്യർ ഒറ്റപ്പാലം, എനിക്ക് തോന്നുന്നു ഷൊർണൂർ മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ട BJP സ്ഥാനാർത്ഥിയാണ്. പക്ഷേ സന്ദീപ് വാര്യരെ സരിനേക്കാൾ കൂടുതൽ ജനം അറിയും. കാരണം ചാനൽ ചർച്ചയിൽ, ഞങ്ങളൊക്കെ ഒരുമിച്ച് ചാനൽ ചർച്ചയിൽ, ധാരാളം ചാനൽ ചർച്ചകളിൽ ഉണ്ടായിരുന്ന ഒരു പാൻ കേരള മുഖം തന്നെയാണ് സന്ദീപ് വാര്യർ. ഇനി പാലക്കാട്ടേക്ക് വന്നാൽ സന്ദീപ് വാര്യരുടെ അമ്മ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റി, മൂത്താൻ സമുദായം, അതൊരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്. തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ കേരളത്തിലേക്ക് വന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. 10ാം നൂറ്റാണ്ടിനോട് അടുപ്പിച്ച് പാലക്കാട് മേഖലയിലേക്ക് കുടിയേറിയ ഫാമിലിയാണ്. വൈശ്യ സമുദായമാണ്. ആ സമുദായ വോട്ടുകൾ ഒരു 15,000-ഓളം വോട്ടുകൾ വരും. അത് മിക്കവാറും പാലക്കാട് നഗരസഭയിലെ 6 വാർഡുകളിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഈ 15,000 വോട്ടുകൾ. പൊതുവെ ഈ വോട്ടുകളുടെ 90% ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കാണ് 2011-ലും 2016-ലും 2021-ലും ലഭിച്ചത്. അതിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും സന്ദീപ് വാര്യറിലൂടെ ഇപ്രാവശ്യം കോൺഗ്രസിലേക്ക് കിട്ടുകയാണെങ്കിൽ അത് കോൺഗ്രസിന് നേട്ടമാണ്. അതേസമയം സന്ദീപ് വാര്യരുടെ മുൻ പ്രസ്താവനകൾ ഒരു സൂചനയാണെങ്കിൽ ആ പ്രസ്താവനകളുടെ പേരിൽ
ഇടതുപക്ഷം വലിയ തോതിൽ മുതലെടുപ്പ് നടക്കുകയാണെങ്കിൽ ചില വോട്ടുകളെങ്കിലും ഇടതുപക്ഷത്തേക്ക് സന്ദീപ് വാര്യരുടെ ഒരു ഹിന്ദുത്വ മുഖം അത് ഇപ്പോഴും മുസ്ലിം മനസ്സുകളിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇടതുപക്ഷത്തിന് പ്രചരണം ഏശിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയ ഭാഗമെങ്കിലും ഒന്നുകിൽ മരവിപ്പിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് മതനിരപേക്ഷ വോട്ടുകൾ തിരിഞ്ഞേക്കാം. അത് മാത്രമല്ല, മുസ്ലിം വോട്ടുകളുടെ 22% മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ട്. ആ മുസ്ലിം വോട്ടിന്റെ പൂർണ്ണ പിൻബലം ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഷാഫി പറമ്പിലിന്റെ ഉഗ്രമായ പ്രവർത്തനം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓരോ ചലനങ്ങളിലുമുണ്ട്, ഓരോ നിമിഷവുമുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ആ 22% സിംഹഭാഗവും ഒരു 15-16% രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ മാർജിന് രാഹുൽ മാങ്കൂട്ടത്തിന് വിജയിക്കാൻ കഴിയും. പക്ഷെ അത് സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നത് അതാണ് ഞാൻ പറഞ്ഞത്, 2 തലയുള്ള വാളാണ് സന്ദീപ് വാര്യരും സരിനും എന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് അത് തന്നെ ആയിരിക്കണം ഇന്നത്തെ പത്രപരസ്യത്തിലൂടെയും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. കാരണം വെറുതെ ഇത് തടയപ്പെടുന്നുള്ള അറിവില്ലായ്മ കൊണ്ട് ചെയ്തതെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അതിന്റെ പിന്നിലുണ്ട് എന്ന് നമുക്ക് സംശയിക്കും. കാരണം പത്രത്തിലാണ് പരസ്യം വന്നത്. അതെ, ഈ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർക്ക് ഈ ബുദ്ധിയും വിവേകവും ഒരുമിച്ച് വരില്ല. ബുദ്ധിയുണ്ട്, പക്ഷേ വിവേകം ഒരു അറിവല്ല, തിരിച്ചറിവ്. അതാണ് വിവേകം, വകതിരിവ് എന്ന് പറയും. ഈ വകതിരിവ് ഉണ്ടായിരുന്നെങ്കിൽ അവസാന നിമിഷം ഈ അബദ്ധം കാണിക്കില്ലായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെട്ടി വിവാദത്തിൽ കൈ പൊള്ളിയിട്ടും പാഠം പഠിക്കാതെ ഒരിക്കൽ കൂടി പരസ്യ വിവാദം, ഇപ്പം കാഫിർ സ്ക്രീൻഷോട്ടാണ് ഒരു പരിധിവരെ ഷാഫി പറമ്പലിനെ വിജയിപ്പിച്ചത്. ആ വൻ ഭൂരിപക്ഷത്തിൽ, 1,00,000-ലധികം ഭൂരിപക്ഷത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചു വരാനുള്ള പ്രധാന കാരണം ആ കാഫിർ സ്ക്രീൻഷോട്ടാണ്. മാനുഫാക്ചർ ചെയ്യപ്പെട്ട, കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പരസ്യ സ്ക്രീൻഷോട്ടാണ്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു കാര്യമാണ് ഇവിടെ പരസ്യത്തിലൂടെ 2 മുസ്ലിം പത്രങ്ങളെ, സിറാജും മറ്റൊരു പത്രവും, ഇപ്പൊ സമസ്തയുടെയും മറ്റും പത്രത്തിൽ പരസ്യം ചെയ്യുക വഴി മുസ്ലിം ജനസാമാന്യത്തെ വർഗീയമായി തന്നെ സ്വാധീനിക്കാനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമം. അതേസമയം തന്നെ പാണക്കാട് ശിഹാബ് തങ്ങളെ തള്ളിപ്പറഞ്ഞ ഇന്നലത്തെ പിണറായി വിജയന്റെ പ്രസ്താവന, ഇത് ചേർത്ത് വായിക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാര്യമാണ്. കാരണം ഈഴവ സമുദായം ഈ ഇടതുപക്ഷത്വ പ്രസ്ഥാനത്തിൽ നിന്നും, പ്രത്യേകിച്ച് CPM നിന്നും ഏറെ അകലുന്നു എന്ന പ്രതീതി ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആലപ്പുഴ അതുപോലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം നൽകിയ സൂചന അതാണ്. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രതാപം CPM-ന്റെ ഈഴവ വോട്ട് തിരിച്ചു പിടിക്കാൻ 26% വോട്ടാണ് കേരള മാസകലം ഈഴവ കമ്മ്യൂണിറ്റിക്കുള്ളത്. അതിന്റെ സിംഹഭാഗവും പലപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെടുന്ന വോട്ടുകളാണ്. അത് തിരിച്ചു പിടിക്കാൻ മുസ്ലിം സമുദായത്തോട് ഒരു സമദൂരം പാലിക്കുക, ഒരു മുസ്ലിം പ്രീണന നയമാണ് വെള്ളാപ്പള്ളിയെയും ഒക്കെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അത് ബാലൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ടാണ് ഒരു CPM-ന്റെ നേതാവ് ഈ അടുത്ത കാലത്തെ പാണക്കാട് ശിഹാബ് തങ്ങളെ കടന്നാക്രമിക്കുന്നത്. കുഞ്ഞാലിക്കുട്ടിയെ ആക്രമിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, മുസ്ലിം ലീഗിലെ മറ്റ് പ്രമുഖരെ ആക്രമിക്കുന്നത് രാഷ്ട്രീയമാണ്. പക്ഷേ പാണക്കാട് ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സമാരാധന നേതാവാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന് സ്വീകാര്യനായ ഒരു സമുദായ ആചാര്യൻ കൂടിയാണ്. അപ്പൊ പൊതുവെ അങ്ങനെ പാണക്കാട്ടേക്ക് ആക്രമണം വ്യാപിപ്പിക്കില്ലായിരുന്നു. അത് പിണറായി വിജയൻ ചെയ്തത് വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. അതിന്റെ പിറ്റേ ദിവസം മുസ്ലിം പ്രീണനത്തിന് വേണ്ടി, മുസ്ലിം ജനസാമാന്യത്തിന്റെ മനസ്സിളക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പത്രപരസ്യം കൊടുക്കുമ്പോൾ, 2 പത്രങ്ങളിലാണ് പരസ്യം കൊടുത്തിരിക്കുന്നത് സരിന് വേണ്ടി, അത് വളരെ വലിയ ദോഷമാണ് ഇടതുപക്ഷത്തിന്റെ ക്രെഡിബിലിറ്റിക്ക് നൽകിയത്. അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് എന്ന് നോക്കിക്കാണാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കൗതുകകരമായ ഒരു രംഗമാണ്. ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് വേണമെങ്കിൽ പറയാം.